വണ്ടി ഓടിക്കുന്ന സമയത്ത് എ സി പെട്ടെന്ന് തണുപ്പില്ലാണ്ടാവുക. അപ്പോൾ ഈ എ സി തണുപ്പില്ലാണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുന്നത് എ സി കംപ്ലൈന്റ് ആയെന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാറില്ല. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ചെറിയൊരു വീഡിയോ കേട്ടോ. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ താഴെ ഉള്ള റെഡ് ലൈറ്റ് കേട്ടോ, അതായത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കെട്ടുപോയി കഴിഞ്ഞിട്ട് റണ്ണിങ്ങിൽ ഈ സാധനം തെളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, ഇത് തെളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആണ്. അപ്പൊ ചിലപ്പോൾ ഇത് തെളിയുന്നതിന് മുമ്പ് ചിലപ്പോൾ എ സി കട്ടാവും, അതല്ലെങ്കിൽ ഇത് തെളിഞ്ഞതിന് ശേഷം എ സി കട്ടാവും. ഇതിന് ഈ ലൈറ്റ് ആണ്, ചിലതിന് മീറ്റർ ഉണ്ട്, ചിലതിന് ഡിജിറ്റൽ ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാവേ. വണ്ടി ഓവർ ഹീറ്റ് ആയി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയതിന് ശേഷം ഒരു മെക്കാനിക്കിനെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ പറ്റിയില്ല എന്ന് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോണറ്റ് തുറക്കുക. ബോണറ്റ് തുറന്നിട്ട് ജസ്റ്റ് എഞ്ചിൻ റൂം ഒന്ന് നോക്കുക. എഞ്ചിൻ റൂം നോക്കുമ്പോൾ ചിലപ്പോൾ കൂളന്റ് എവിടെയെങ്കിലും ലീക്കായി പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നോക്കുക, കൂളന്റ് എവിടെയെങ്കിലും ചാടി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി കുറേ നേരം ഓഫാക്കി ഇടുക. ഓഫാക്കി ഇട്ടതിന് ശേഷം നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് തുറക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിടുക. മാക്സിമം വണ്ടി ഓഫാക്കി ഇട്ടിട്ട് കുറേ നേരം വണ്ടിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ എഞ്ചിൻ ഓൾറെഡി നല്ല ഹീറ്റിൽ ഇരിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ കൂടുതൽ അതിൽ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി ഓഫാക്കി ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് വല്ല അർജന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫാക്കി ഇട്ടിട്ട് വണ്ടി നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഇതാണ് കേട്ടോ, റേഡിയേറ്ററിന്റെ ക്യാപ്പ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് റേഡിയേറ്റർ ക്യാപ്പ്. റേഡിയേറ്റർ ക്യാപ്പ് ചാടി പിടിച്ച് പോയി ഓപ്പൺ ചെയ്തത് നല്ല കട്ടിയുള്ള തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ മേലിലൊന്ന് ഇടുക. മേലിലൊന്ന് ഇട്ടിട്ട് റേഡിയേറ്ററിന്റെ ക്യാപ്പ് മെല്ലെ തുറക്കുക. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടിട്ട് ആ തുണിയുടെ മേലിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വേണം കേട്ടോ തുറക്കാനായിട്ട്. അപ്പൊ അങ്ങനെ തുറന്നതിന് ശേഷം റേഡിയേറ്ററിൽ കൂളന്റ് കുറവുണ്ടെന്ന് നോക്കുക. കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടുകൊണ്ട് കൂളന്റ് ഫില്ല് ചെയ്യാം. അപ്പൊ കൂളന്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വണ്ടി ഭയങ്കര ചൂടാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അറിയാൻ പാടാത്തവർ അത് ചെയ്യാൻ നിൽക്കണ്ട, വർക്ക്ഷോപ്പിൽ തന്നെ വിളിച്ചാൽ മതി. ഇങ്ങനെ ഒരു എമർജൻസി കേസ് എന്തെങ്കിലും വന്നെങ്കിൽ ധൈര്യമുള്ളവർ മാത്രം ഇത് ചെയ്യും. അപ്പൊ നമ്മൾ റേഡിയേറ്ററിന്റെ ക്യാപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിൽ കൂളന്റ് കാര്യങ്ങളൊന്നും കുറഞ്ഞു പോയിട്ടില്ല. അത്യാവശ്യം കൂളന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിന്റെ ഫാൻ ആയിരിക്കും കംപ്ലൈന്റ്. അപ്പൊ ഫാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിംഗിൽ ഇടുക. അപ്പൊ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ വണ്ടി തണുക്കുമല്ലോ, സ്റ്റാർട്ടിംഗിൽ ഇടുക. എ സി ഓൺ ചെയ്യുക. എ സി ഓൺ ചെയ്തിട്ട് റേഡിയേറ്ററിന്റെ ബാക്ക് സൈഡിൽ ഫാൻ ഉണ്ടാവും. റേഡിയേറ്ററിന്റെ ഫാൻ, എ സിയുടെ ഫാൻ ഏകദേശം ചില വണ്ടികൾക്ക് സെപ്പറേറ്റ് ആണ്, മിക്കവാറും വണ്ടികൾക്കെല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പൊ എ സി ഓൺ, വണ്ടി സ്റ്റാർട്ടാക്കി ഇടുക, എ സി ഓൺ ചെയ്യുക. എ സി ഓൺ ചെയ്തതിനു ശേഷം റേഡിയേറ്ററിന്റെ ബാക്കിൽ വരുന്ന ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ചിലതിന് കറങ്ങത്തില്ല. കറങ്ങാണ്ട് വരുമ്പോഴേക്കും മാരുതിയുടെ വണ്ടികളൊക്കെ കൂടുതലും ബ്രഷ് ഹോൾഡർ കംപ്ലൈന്റ് വരും. അപ്പൊ ബ്രഷ് ഹോൾഡർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് ചെറിയൊരു മെറ്റലിന്റെ എന്തെങ്കിലും പാത്രത്തിൽ റേഡിയേറ്ററിന്റെ ഫാനിന്റെ പുറകിൽ ഇങ്ങനെ ഒന്ന് മെല്ലെ തട്ടി കൊടുക്കുക. ഒരുപാട് ബലത്തിനല്ല, നൈസായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പൊ തട്ടി കൊടുക്കുമ്പോൾ തന്നെ റേഡിയേറ്ററിന്റെ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങാൻ തുടങ്ങും. ചില വണ്ടികൾക്ക് ക്യാപ്പ് ഇവിടെ ആയിരിക്കില്ല. ഇതിപ്പോ ഡീസൽ വണ്ടി ആയതുകൊണ്ടാണ് റിസർവ് ടാങ്കും റേഡിയേറ്ററിന്റെ ക്യാപ്പും ഒരുമിച്ചാണ്. ചില വണ്ടിക്ക് റേഡിയേറ്റർ, അതായത് കൂടുതലും വേറെ പെട്രോൾ വണ്ടികൾക്കൊക്കെ റേഡിയേറ്ററിന്റെ ടോപ്പിൽ തന്നെ ആയിരിക്കും റേഡിയേറ്ററിന്റെ ക്യാപ്പ്. ചിലതിന്റെ റേഡിയേറ്റർ ക്യാപ്പ് ഇവിടെ ആയിരിക്കും, പിന്നെ ഇവിടെ റിസർവ് ടാങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള സമയത്ത് റിസർവ് ടാങ്കിൽ ടോപ്പ് അപ്പ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ റേഡിയേറ്ററിൽ പൂർണ്ണമായി വെള്ളം ഇല്ലാത്ത സമയത്ത് റിസർവ് ടാങ്കിൽ മാത്രം ഒഴിച്ചു നോക്കിയിട്ട് കാര്യമില്ല. പഴയ വണ്ടികൾക്കൊക്കെ മീറ്റർ ആയിരിക്കും. മീറ്റർ ഈ സെന്റർ വരെ നോർമൽ. ഈ സെന്റർ കഴിഞ്ഞ് എച്ചിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആണ് കേട്ടോ.